അതിന് നമുക്ക് എന്തൊക്കെ ഇതിലാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഇപ്പം എൻ്റെ ഒരു അറിവ് വെച്ച് പല പ്രശ്നങ്ങൾക്കും കാരണം ഈ എനർജിയിലെ അങ്ങനെ അതാണോ? ഞാൻ ബ്രഹ്മശ്രീ KPCയോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞു ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം പോലും കപ്പിളൊന്നും ആവണമെന്നില്ല, ആരുമായിട്ടുള്ള ബന്ധം ഈ 7 സ്വരങ്ങൾ ചേർന്നിട്ടൊന്നും മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കാണുമ്പോൾ ഒരാൾ ഇഷ്ടപ്പെടും, ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ ബസ്സിൽ കയറിയാൽ ഏതെങ്കിലും ഒരു സീറ്റിലിരുന്നു, ആരും കയറി നമ്മുടെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ ഇതിൻ്റെ അടുത്ത് ഇരിക്കേണ്ടായിരുന്നു തോന്നല്ലേ, അയാൾ നമ്മളെ വിരോധിയായിട്ടാണ്. അല്ലെങ്കിൽ വേറൊരാൾ, ആണും പെണ്ണാണൊന്നുമില്ല, വേറൊരാൾ ഇരിക്കുമ്പോൾ അയാൾ അടുത്ത് ഇരിക്കായിരുന്നു തോന്നലില്ല അല്ലേ? ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മൾ ഓരോരാളെ ഐഡൻറ്റിഫൈ ചെയ്യും, ഇയാൾ ഇന്ന ആളുടെ, എനിക്കിന്ന പരിചയമുള്ള ആളുടെ അടുപ്പാണ് ഇതൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പോകണം, സംസാരിക്കണം. അപ്പോൾ ഫിസിക്കലായിട്ടാണ്. പിന്നെ ഇമോഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പിന്നെ ഇൻ്റലക്ച്വൽ, നമ്മൾ മാത്തമാറ്റിക്സ് പ്രൊഫസറെ ഇഷ്ടപ്പെടുന്ന അയാളുടെ ഭംഗി കണ്ടിട്ടൊന്നുമല്ല, അയാൾക്ക് വിവരമുണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ. പിന്നെയുള്ളത് ഒരു സോഷ്യൽ. ഇപ്പം MM ഹസനെ നമ്മളിപ്പോൾ MM ഹസൻ കയറി വന്ന് നമ്മൾ എണീറ്റ് പോകും, അയാളെ കാണാൻ ഭംഗിയുള്ളതുകൊണ്ടാണ്, നമ്മളോട് വല്ല സ്നേഹമുള്ളതുകൊണ്ടാ, ബുദ്ധിയുള്ളതുകൊണ്ടാ, ഒന്നുമല്ല. അയാൾക്കൊരു കരിഷ്മ ഉണ്ടല്ലോ, അതിന് സോഷ്യൽ ആക്സെപ്റ്റൻസിൽ വരുമ്പോൾ കൊടുക്കുന്നതാണ്. അപ്പം സോഷ്യൽ ആക്സെപ്റ്റൻസിലപ്പോൾ ബാക്കി എല്ലാവരും ബഹുമാനിച്ചു പോയാണ്. അയാൾ ഭക്ഷണം കഴിച്ച പൈസയൊന്നും ചോദിക്കില്ല, കടയിൽ ഫ്രീ ആയിട്ട് കഴിച്ചിട്ട് പോകാൻ പറ്റും. അമിതാഭ് ബച്ചനോട് ആരെങ്കിലും ബില്ലടക്കാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയും? ഇല്ലല്ലോ. അപ്പം പിന്നെയുള്ളതാണ് സ്പിരിച്വൽ. ശങ്കരാചാര്യരുടെ ഇതൊന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ശങ്കരാചാര്യ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ ഭംഗി നമ്മൾ നോക്കിയിട്ടുണ്ടാവും, അമ്മയുടെ ഭംഗി നോക്കിയിട്ടുണ്ടാവും ഇല്ല. അതൊരു കണക്ടിവിറ്റിയാണ്. ഈ ചോദിച്ച ചോദ്യം ഫ്രണ്ട്ഷിപ്പിലായാലും ഫാമിലി റിലേഷൻഷിപ്പിലായാലും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് ആദ്യം കണ്ടിട്ടുള്ളൊരു ഭംഗി ഉണ്ടായിരിക്കും ഇല്ല, പിന്നല്ലേ അറിയുള്ളത് മേക്കപ്പാണ്. ആർക്കറിയാം, ഭാര്യ പറയാൻ പറ്റും. ഇനിയിപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള ഒരാൾ അല്ലേ, കൃത്യമായിട്ട് ഇപ്പോൾ ആർക്കറിയാം. എത്രയോ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നല്ല വിഗ് വെച്ചിട്ട് നടക്കുന്നത് അല്ലേ. ഇത് വിഗാണോ ഇല്ലെന്ന് ആർക്കറിയാം? തൊട്ട് നോക്കിയാലല്ലേ അറിയാൻ പറ്റും. മോഹൻലാൽ പലരും അങ്ങനെയാണ്. നമ്മൾ കാണുന്ന പല ആൾക്കാരും കംപ്ലീറ്റ് വിഗിലാണ്. അവരെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയേ അല്ല അവർ. രജനീകാന്തിനെ ആർക്കെങ്കിലും നേരിട്ട് കണ്ടാൽ ഷെയ്ക്കാൻ കൊടുക്കാൻ പോലും തോന്നില്ല, തിരിച്ചറിയാനില്ല. ഓരോ വ്യക്തിയും അവർ പ്രസൻറ്റേഷൻസും മാരേജിൻ്റെ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഇഷ്ടപ്പെട്ടു. പണ്ടൊരു വാക്കുണ്ട്, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നാണ്. പഴയൊരു പ്രോവർബാണ്. തൊട്ടടുത്തറിഞ്ഞ ആൾക്കാർ വിരോധികളാവും. ഇപ്പം അങ്ങനെയല്ല, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് ലവ് എന്നാണ്. തൊട്ടടുത്ത് വർക്ക് ചെയ്തുകൊണ്ട് കല്യാണം കഴിക്കുന്ന കുറേ പേര്. പിന്നെ ആലോചിക്കുമ്പോഴാണ് അവരുടെ ഫിനാൻഷ്യൽ, ഒരാൾക്ക് ചിലവാക്കാൻ ഇഷ്ടമായിരിക്കും, മറ്റേയാൾക്ക് ഇഷ്ടാവില്ല, ഒരാളുടെ ഇഷ്ടാവില്ല, മറ്റേയാൾക്ക് ഇഷ്ടാവുക, വലിയ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ജാതകം നോക്കുമ്പോൾ ഇതിൽ കുറേ നോക്കും. നെഞ്ചുപൊരുത്തം, വേദപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് നോക്കുമ്പോൾ, വശ്യപ്പൊരുത്തം, ഇതൊക്കെ നാൾപ്പൊരുത്തം നോക്കും. ഓരോന്ന് നോക്കുമ്പോഴും ഇതൊക്കെ നോക്കി 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 ഞാൻ 10-ൽ 10 പറയും. ചാവാണ്ടിരുന്നാൽ മതി, അടിച്ചു പോകാണ്ടിരുന്നാൽ കഴിച്ചോളാൻ പറയും. പക്ഷെ അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് പലരും പണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നുമല്ലോ പെട്ടെന്ന്. എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ ഉള്ള എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൽ പോപ്പുലേഷൻ നോക്കിയാൽ വളരെ കുറവാണ് ഭാരതം. കേരളം 30% കേരളത്തിലാണ്. പോപ്പുലേഷൻ 3%. അപ്പം അതിൻ്റെ 10 മടങ്ങുണ്ട് എന്നല്ലേ അർത്ഥം അല്ലേ? കേരളം എന്ന് പറഞ്ഞാൽ കേരളം മാത്രമല്ല, കേരളത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പലരും ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലും എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ. ഇപ്പം അമേരിക്കയിൽ എൻ്റെ ചില അറിയുന്ന ആൾക്കാരും കുട്ടികളൊക്കെ ഉണ്ട്. അവർ വിവാഹം കഴിക്കാൻ ചിലപ്പം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടാവും.
മാച്ചാണ് കഴിപ്പിക്കാം, ശരി. അല്ലെങ്കിൽ കഴിഞ്ഞ് 8 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് എൻ്റെ കുട്ടികളുണ്ടാവില്ല. ഇവർ രണ്ടാളും വിവാഹം കഴിച്ചു എന്നേ ഉള്ളൂ അച്ഛനും അമ്മേനും സമാധാനിപ്പിക്കാൻ. അവർ ലീവിന് വരുമ്പം മാത്രമേ കാണുന്നുള്ളൂ. ലീവ് പോയി കഴിഞ്ഞ് പോയാൽ 2 സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതും പോകുന്നതും. അവിടെ വേറെ ആൾക്കാരുണ്ട് അവർക്ക്. അവർ താമസിക്കുന്നത് തന്നെ വേറെ പേരിൻ്റെ കൂടിയാണ്. നാട്ടിൽ വരുമ്പം മാത്രമേ ഈ പേര്, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള പേരാണ്. ഇഷ്ടംപോലെ ഉണ്ട് ലോകത്ത്. അപ്പം അതുകൊണ്ട് ഈ മാച്ചുകളൊന്നും കൾച്ചർ മാറുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നല്ലപോലെ കേരളത്തിന് എഫക്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ എക്സാമ്പിൾ കേരള ആണല്ലോ പറയാൻ, നല്ലപോലെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബന്ധങ്ങളിലും അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്, ആഗ്രഹങ്ങളുടെ ഷെയറിങ്, ഇതൊക്കെ നാനാവിധമായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവർ കുറവാണ്. ഗേൾസ് വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം നോക്കിയാൽ കേരളത്തിന് പുറത്ത് കുറവായിരിക്കും കേരളത്തിനേക്കാളും. വെറുതെ ഒന്ന് ആവറേജ് നോക്കുക. പിന്നെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് അല്ല. ആ സമയത്ത് വരുന്ന നല്ല ഫാമിലിയിലെ ആൾ മാരേജ് കഴിഞ്ഞ് അന്ന് ദിവസത്തെ ഡ്രിങ്ക്സ് പാർട്ടിയിൽ അവരുടെ പഴയ കഥകൾ അറിഞ്ഞിട്ട് അന്ന് മാരേജ് കഴിഞ്ഞ് വൈകുന്നേരം 8 മണിക്ക്, മാരേജ് കഴിഞ്ഞത് 12 മണിക്ക് ശാപ്പാടെല്ലാം കഴിച്ച് ബന്ധുക്കളെല്ലാം പോയി ഇവരെല്ലാവരും കൂടി ഇരുന്ന് വൈകുന്നേരം കള്ളു കുടിച്ചിരുന്ന് വെച്ചാൽ പഴയ കഥകൾ പറഞ്ഞിട്ട് അവിടുന്ന് അടിച്ച് പുറത്ത് പോയ ആൾക്കാരെ എനിക്കറിയുന്നത്. ഫിക്സേഷന് വേണ്ടിയിട്ട് 25 ലക്ഷത്തിൻ്റെ മോതിരിട്ട് കൊടുത്തിട്ടുണ്ട്. മോതിരം മാറലാന്നല്ല അല്ലേ? അത് കഴിഞ്ഞ് അയാൾ ഓസ്ട്രേലിയയിൽ പോയി അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി, ഇവിടെ വേറൊരാളുടെ കൂടെ ഓടിപ്പോയി 25 ലക്ഷം പോയി. ഇതിനൊന്നും ഒഫീഷ്യലി റെക്കോർഡിൻ്റെ ആക്ടർ റെസീറ്റ് മേടിച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത് അല്ലേ? പോയത് പോയി. അതിനുവേണ്ടി കേസ് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ കുറേ ഉണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ വളരെ ഡിസിപ്ലിൻഡാണ്. രണ്ട് കാരണം എന്ന് വെച്ചാൽ, ഇപ്പം മലബാറിലാണെങ്കിൽ വിവാഹം കഴിച്ചാൽ അമ്മയുടെ കൂടെ മക്കൾ താമസിക്കണം, കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കില്ലല്ലോ. മലബാറിലല്ലേ മുസ്ലിംസ് കൂടുതൽ. ഇപ്പം എൻ്റെ മകള് വിവാഹം കഴിച്ചാൽ മകൾ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കാം. ഹസ്ബൻഡ് വന്നിട്ട് പോയുള്ളൂ. അയാൾ വന്നു പോയില്ലയോ എന്ന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാശ് കൊണ്ടുവരില്ലോ വേണ്ടെടുക്കുക. അതുകൊണ്ട് കുടുംബം വീട്ടിൽ നിന്ന് പോകാത്തതുകൊണ്ട് ഗേൾസ് സേഫാണ് അവിടെ. വളരെ ചുരുക്കിയുള്ളൂ ഇപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് കൂടെ താമസിക്കുന്നവർ മിക്കവാറും അങ്ങനെ. പിന്നെ അവർ കമ്മ്യൂണിറ്റിയിൽ വലിയ നിയമങ്ങളുണ്ടല്ലോ, അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല. ക്രിസ്ത്യൻസിലും വലിയ നിയമങ്ങളുണ്ട്, പള്ളിയിൽ നിന്ന് പുറത്താക്കും. അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെയാണ്. ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അറിയില്ല. അതാ പറഞ്ഞത്, തിരുമേനി പറഞ്ഞ പോലെ എല്ലാ കമ്പനികളൊന്നും കറക്റ്റ് ആവണ്ട, ഉള്ളത് വെച്ച് വായിക്കാൻ പഠിച്ചാൽ മതി. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഫിസിക്കൽ, ഇമോഷണൽ, ഇൻ്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ ഉണ്ട്. ആ സ്പിരിച്വൽ ലെവൽ വളരുമ്പോൾ നമ്മൾ അറിയും ഇതൊന്നും അല്ല പ്രാധാന്യം എന്ന് പറയുന്ന ഒരു ലെവലുണ്ടല്ലോ നമുക്ക്, അല്ലേ? ഇപ്പം രണ്ട് കുടുംബം, ഇപ്പം നമ്മുടെ അടുത്തൊക്കെ വരുന്ന പ്രോബ്ലംസ് മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രോബ്ലം പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാവും അവരുടെ പാരൻസിൽ ഒന്നുകിൽ സിംഗിൾ പാരൻ്റ് ആയിരിക്കും. ഇപ്പം പാലക്കാടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്നാണ്, പാലക്കാട് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള സിംഗിൾ പാരൻസ് എത്ര പേരുണ്ട്? മാരേജ് കഴിച്ച് പോവും അല്ലെങ്കിൽ വിട്ടുപോകും, ഇഷ്ടം പോകുന്നുണ്ട്. ഞാൻ 90 കുട്ടികളെ സെലക്ട് ചെയ്താൽ 60 പേര് സിംഗിൾ പാരൻ്റ് ആയിരുന്നു. 16 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അതൊന്നും സൗന്ദര്യപ്പണക്കം കൊണ്ടൊന്നല്ല, അത് അവിടുത്തെ സ്ഥിരം പണിയാണ്, അവർക്ക് ശീലമായി. ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. സാർ, ഈ എനർജിയുടെ കാര്യം ദീപേട്ടൻ പറഞ്ഞുകൊണ്ട് പറയാം. ഇപ്പോൾ ഈ എനർജിയുടെ കേസിൽ ഇപ്പോൾ സാറ് നമുക്ക് ചില ഫേമസ് പേഴ്സണാലിറ്റീസിനെ നോക്കിയാൽ അറിയാൻ പറ്റും, ഇവർ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും എപ്പോഴും.
പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ഒരു 2-3 മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചൊരു വേറെ എന്തെങ്കിലും ഡിസ്കഷനൊക്കെ പോയി നമുക്ക് തന്നെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ തോന്നാറുണ്ട് നമ്മൾ ഭയങ്കര ഡ്രെയിൻ ആകുന്നുണ്ടെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് വീണ്ടും എനർജൈസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പറ്റും? ഒരു ഡാൻസർ സ്റ്റേജിൽ നിന്നിട്ട് 4 മണിക്കൂർ ഡാൻസ് ചെയ്യും. പക്ഷെ ആ ഡാൻസറോട് 4 മണിക്കൂർ സെർവ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റുമോ? അവർക്ക് ഇഷ്ടമുള്ള പാഷനേറ്റ് ആയിട്ട് എല്ലാവരും റെസ്പെക്റ്റോടു കൂടി നോക്കി ആ സമയത്ത് കിട്ടുന്ന ഒരു എനർജിയാണ്. ഒരു പാട്ടുകാരനുണ്ട്, നമ്മളിപ്പം അദ്ദേഹത്തിന് പാട്ട് പാടാൻ പറ്റും, നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കുമായിരുന്നു. അവർക്ക് ഇഷ്ടമല്ലാത്ത പണിയായിരിക്കും. നമ്മളെ എൻജോയ് ഉണ്ടെങ്കിൽ കുറേ സമയം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എൻജോയ് ചെയ്യാത്തൊരു പണി ചെയ്യുമ്പോഴാണ് അല്ലേ. ഇപ്പോൾ കുക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത് കുക്കിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കും. എന്നോട് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞു, ഞാൻ 10 മിനിറ്റ് കളിക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമല്ല അത് പണി. അതേസമയത്ത് ഇഷ്ടമുള്ള ഒരാളോടോ അത് കാണാൻ പറഞ്ഞാൽ രാത്രി ഫുൾ ഉറക്കൊഴിഞ്ഞ് കാണില്ല. ഓരോരാളുടെ ഇഷ്ടമാണ്. അപ്പം താല്പര്യമില്ലാത്ത സംഭവം ചെയ്യുന്നതും താല്പര്യം, അതാണ് നമ്മുടെ ഉള്ളിലെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടുമല്ലോ. എനിക്ക് ഒരു വല്ലാത്തൊരു പാഷൻ. മനസ്സാണല്ലോ ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത് ആധേയ ഭാവേന തപ്താജ്യഖടയൊരുക. എനിക്ക് നല്ല സന്തോഷം തോന്നുന്ന സംഭവമാണെങ്കിൽ ഞാൻ ചെയ്തോളൂ. ആ ഡാൻസുകാരിയോട് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ, മല കയറുന്ന ഒരാൾ നല്ല എനർജിയോടുകൂടി കയറൂലേ, ഇഷ്ടമില്ലാത്ത ഒരാളെ മല കയറ്റാൻ നോക്കിയാലോ പാടായിരിക്കും ഇല്ലേ? അപ്പം നിങ്ങൾക്ക് ഇദ്ദേഹത്തെ എടുക്കാൻ പറ്റുമോ? പൊക്കാൻ പറ്റുമോ? പറ്റും. അയാൾ സമ്മതിച്ചാൽ പറ്റും, സമ്മതിച്ചില്ലെങ്കിൽ പറ്റും. ആർക്കും ആരെയും എടുക്കാം. ഒരു 80 കിലോയിലധികമൊന്നും ആരും 90 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. എനിക്ക് 100 കിലോ വരെ പൊക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇദ്ദേഹത്തെ എടുക്കുമ്പോൾ ഇദ്ദേഹം 100 കിലോ ഉണ്ടാവില്ല, 60 കിലോ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ വെയിറ്റ് കുറക്കാനുള്ള കഴിവായിട്ടുണ്ട്. എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ദം പിടിച്ചിരുന്നാൽ വെയിറ്റ് കൂടുന്നൊന്നുമില്ലല്ലോ. എന്തെടുക്കാൻ പറ്റാത്തത്? ആ സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂട്ടാനും വെയിറ്റ് കുറക്കാനും മണിമാദിഷ്ട സിദ്ധികൾ അല്ലേ, അണിമാ മഹിമാ ചൈവ ലഘിമാ ഗരിമാദജ ഈഷിത്വം ച വശിത്വം ച പ്രാപ്തി പ്രാകാശ്യമേവജ. എൻ്റെ വെയിറ്റ് കൂട്ടാനും കുറക്കാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പം നിങ്ങളോട് ആരെങ്കിലും ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാവുന്ന ഫാനൊന്നും അയക്കണം എന്ന് പറഞ്ഞിട്ട് കയറ്റുന്നത്, ഇതിൻ്റെ മുകളിൽ കയറുന്ന ഇത് പൊട്ടും. നമ്മളെന്താ പറയുക? വെയിറ്റ് കൊടുക്കാണ്ടിരിക്കണേ, ഇത് പൊട്ടിപ്പോന്ന് പറയില്ലേ? പറയില്ലയോ? ഇങ്ങനെ വെയിറ്റ് കൊടുക്കാണ്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ പറ്റും. വെയിറ്റ് കൊടുക്കാണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ വെയിറ്റ് കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിവുണ്ട്. ശങ്കരാചാര്യർക്ക് ഉണ്ടായിരുന്നതാണ് മണിമാദിഷ്ട സിദ്ധികൾ എന്ന് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിന് അത്രയുണ്ട്, നമുക്ക് കുറച്ചുണ്ടാവും. ഇത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഈ എനർജി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കുറേ ആൾക്കാർ കൈകൊട്ടുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഉല്ലാസം കൊണ്ടാണ്. ഇപ്പം ഗൂഗിൾ ഇതാണ് പാടുകയാണ്, ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. കുത്തനെ പിടിച്ച് പാടേണ്ടി വരും. നോക്കുമ്പോൾ അയാളെ മുഖവും ശരിയില്ല, ഇയാളെ മുഖവും ശരിയില്ല. പിന്നെന്താ പറ്റുക? അത് 30-ാം തീയതി മാത്രം ആലോചിച്ച് പണിയെടുക്കുന്നതാണ്. അപ്പോൾ ഒരു എനർജി വരും. പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു പ്ലസന്റ് ആയിട്ട് എപ്പോഴും പോകാൻ പറ്റണം എന്നില്ല. ഇല്ല. ഒരു ചെയർ ഇട്ട് കൊടുക്കുന്നത് ആരും എണീക്കണ്ട. അപ്പോൾ നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അതിൻ്റെ ഒരു ഊർജം. ഡെക്കറേഷൻ ആ ഉണ്ട് ഇതിൽ. പിന്നെ മിറാക്കിൾ ചമത്കാരം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. ഒരു മരുന്നും ചെയ്യാതെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കൈ പൊക്കാൻ വേണ്ടിയിരുന്നാണ് കേട്ടോളൂ.